അപ്പം ഇന്ന് ഞങ്ങൾ മക്കളെ പൊറാട്ട ഉണ്ടാക്കണം കേട്ടോ. നോൽമറക്കുമ്പോഴത്തിന് കുറേ ദിവസമൊക്കെ നോൽമറക്കുമ്പോഴത്തിന് പൊറോട്ട ഉണ്ടാക്കണം ഞങ്ങൾ പറയണം. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊറാട്ടക്കുള്ള മൈദമാവ് ഇവിടെ തരിക്കൽ കഴിഞ്ഞു. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പിടട്ടെ. കുറച്ച് ഉപ്പൊക്കെ ഞാൻ കൈ കൊണ്ടിടുന്നത്. ഉപ്പിട്ടു. ഇനി കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടുക. സോഡാപ്പൊടി. നമുക്ക് പെട്ടെന്നൊരു പൂജാലല്ലേ. പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ ഒഴിവിട്ടുക എന്നുള്ളത്. ഇന്നലെ 27 അല്ലായിരുന്നു. അപ്പം ഉണ്ടാക്കുന്നത് ശരിയാവൂല. ഇനി ഇതൊക്കെ കോഴിമുട്ട. കോഴിമുട്ട 2 കോഴിമുട്ടയാണ് വരുന്നത്. എല്ലാം പദം കിട്ടാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട. ഞാനത് കുഴക്കട്ടെ. എന്തല്ലേ ഇപ്പൊ ഉണ്ടാക്കണത്? എന്താ ഉണ്ടാക്കണം നമ്മള്? ഇതല്ല എന്തുണ്ടാക്കണം? ഈ പഞ്ചസാര, ഉപ്പും പഞ്ചസാരയും കോഴിമുട്ടയും സോഡാപ്പൊടിയും ഒക്കെ എല്ലാതും ഒന്ന് മിക്സ് ആക്കട്ടെ. അതിന് ശേഷം വെള്ളം പാരാൻ പറ്റും. പഞ്ചസാരയും കോഴിമുട്ടയും ഉപ്പും നമ്മളിപ്പോ നോമ്പിന്റെ 2 ദിവസം മുന്നേ പൊറാട്ട ഉണ്ടാക്കിയില്ലേ? അത് നോമ്പിന്റെ മുമ്പ്. നോമ്പായിട്ട് ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കണം. അത് ചെന്ന് വീഡിയോയിൽ ഇട്ടിട്ടില്ലേ ഉണ്ടാക്കിയത്? ഞങ്ങൾ പൊറോട്ടക്ക് പുതിയ ഞങ്ങൾ ഉണ്ടാക്കി തിന്നട്ടെ. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങല്. കടയിൽ നിന്ന് അധികം വാങ്ങലില്ല. എപ്പോഴേലൊക്കെ വാങ്ങും. തിന്നാത്തവരൊന്നല്ല, തിന്നൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഉണ്ടാക്കുക. അധികം ഉണ്ടാക്കലാണ്. എപ്പോഴേലൊക്കെ ഒരു പുതിയാകുമ്പോൾ പെട്ടെന്നൊക്കെ വേണം തോന്നണേ അപ്പോൾ വാങ്ങും. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചിട്ട് കാണാം കേട്ടോ. ഇനി വെള്ളമൊക്കെ പാർന്നത് കുഴക്കട്ടെ എന്നിട്ട് കാണാം അല്ലേ? അപ്പോൾ ഇതാട്ടോ നല്ലോണം കുഴച്ച് റെഡിയാക്കിക്കണം. ഇനി നമുക്കിത് എന്താ കുറച്ച് മേലെ എണ്ണയാക്കി കൊടുക്കുക അല്ലേ? ഇനി എന്താ കുഴച്ച് കഴിഞ്ഞു ഇങ്ങനെ എണ്ണ ആക്കിയിട്ട് ഉരുട്ടിയുടെ വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിനനുസരിച്ച് ഉണ്ടാക്കുക. പൊറോട്ട പണി എളുപ്പം. പൊറോട്ട പണി എളുപ്പമാണ്. കുഴച്ച് വെച്ചാൽ കുഴക്കാനുള്ളൊരു പണിയുള്ളൂ. കുഴച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പണ്ട് നമ്മളിതുമ്പോൾ തുണിയിൽ നനച്ചിട്ടിന്ന് കൊണ്ടുവിടുകയൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പം താഴത്ത് കുഴച്ചിപ്പോൾ എടുക്കണില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ എടുക്കുള്ളൂ. അപ്പോൾ നിലത്ത് വെച്ച ഉറുമ്പ് വരാൻ പാത്രത്തിൽ കിടന്ന് ചമ്പലിട്ട് അടച്ചു വെക്കുക. നേരിട്ട് അടച്ചു വെക്കുക. ഞാൻ അവിടെ ഇരിക്കട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊറോട്ട പരിപാടിക്ക് വരാം. അടച്ചു വെച്ചാൽ അപ്പം നമ്മൾ പൊറോട്ടയുടെ ആദ്യത്തെ പരിപാടി തുടങ്ങി കേട്ടോ. ഇതിന്നിങ്ങനെ എടുത്തിട്ട് നമ്മൾ ബോളാക്കി വെക്കണം. എത്ര നേരം കൂട്ടി വെച്ചിട്ട്? ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. 2-3 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടാവും അല്ലേ? 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ബോളാക്കി വെക്കണം കേട്ടോ. അടുത്തത് അപ്പോൾ ഇതവിടെ കുറച്ച് ഇതവിടെ ബോളാക്കി വെച്ചു. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കങ്ങനെ ബോളാക്കി വെച്ചിട്ട് കാണാം. ചിക്കനൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിക്കണം. എന്നാൽ ചിക്കനും പൊറാട്ടയും. അപ്പോൾ ചിക്കന് നമ്മൾ കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് വെക്കണത്. അപ്പോൾ ഇതവിടെ ലൈബ എന്തൊക്കെയാ എൻ്റെ വർത്താനം? സുഖല്ലേ? സുഖല്ലേ എനിക്ക്? ഇതാ പാടിക്കോ. പക്ഷെ എന്താ ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോ സുഖമില്ലായിരുന്നു. സുഖമൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ എന്തൊക്കെയാ വർത്താനം? എന്തൊക്കെയാ എന്റെ വർത്താനം? ഇജ്ജ് പാട്ട് പാടിക്കോ. എന്താ സുഖമില്ല പറഞ്ഞ്? എന്തേ ഇജ്ജ് പാട്ട് പാടിക്കോ. സുഖമില്ലാത്ത എന്താ പറയാ? സുഖമില്ലാത്തത് എന്താന്ന് എനിക്കറിയില്ല. എന്നാ പാട്ട് പാടിക്കോ. നിങ്ങളുടെ കയ്യില നെയ്യപ്പം ഇല്ലത്തെ തരുന്ന് ഇല്ലല്ലോ. അയ്യോ കാക്കെ പറ്റിച്ചു. ആരാ പഠിപ്പിച്ചു? അത് എന്ത് താത്തി
ആ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരികളൊക്കെ തെറ്റിപ്പാടുന്നു. വേറെത്താ നമ്മുടെ ഇതെന്താ നമ്മളവിടെ ഉണ്ടാക്കണ്? അത് പൊറാട്ട അനക്ക് തരൂല, അനക്ക് പൊറാട്ട ഇഷ്ടമില്ല. ഇഷ്ടല്ല. എത്ര ഇഷ്ടമുണ്ട്? എത്ര ഇഷ്ടമുണ്ട് പൊറാട്ട? കണ്ടര മതി പൊറാട്ട. ഞാൻ 3 തരണം ഇഷ്ടമായിരുന്നു. പപ്പനോട് 2 വെച്ചിക്കണ്. ഞാൻ ഇപ്പോൾ 3 കൊടുക്കണം ഇഷ്ടമായിരുന്നു. അപ്പം ഉമ്മ ഇതാ ചിക്കൻ കറി ഇതാ വെക്കാനുള്ളത് തയ്യാറെടുപ്പില്ല കേട്ടോ. അപ്പോൾ ഉള്ളി ഇതൊക്കെ വാട്ടി ഉരുളയങ്ങും പൊടികളൊക്കെ ഇട്ടുപോകണം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അമ്മ ചിക്കൻ ഇടുകയാണ് കേട്ടോ. അതുപോലെ പൊറാട്ടക്കുള്ളത് അത് അപ്പുറത്ത് നമ്മൾ ബോളുകളൊക്കെ ആക്കിയിട്ട് തുണി അതിൻ്റെ മേലിട്ട് വെച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്കിതാ ചിക്കൻ കറി തേങ്ങ അരക്കാതെ കേട്ടോ വെക്കണത്. തേങ്ങ അരക്കാതെ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഇതട്ടോ മാങ്ങ ജ്യൂസാണെന്ന് മാങ്ങയ്ക്ക് വെട്ടി വെച്ചിരിക്കണു. വെള്ളം മൂവാണ്ടനാ. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ അടിക്കാൻ വിചാരിച്ചിട്ട് ഇനി നമുക്കിന്ന് മാങ്ങ ജ്യൂസ് അടിക്കാം. കുറേശ്ശിട്ട് അടിക്കാം. ബോളുകളാക്കിയത് നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഒക്കെ ഓരോന്നും ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ. ഇനി നമുക്ക് എടുത്തിട്ട് ചിക്കൻ ഒന്നും പരത്തൂല. ഓരോ വരി എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെക്കുക. അല്ല നന്നായിട്ട് ഒട്ടി പൊടിക്കൊള്ളേ. കുറച്ച് നമുക്ക് ചിറ്റണ സമയത്ത് കാണാം. നമുക്ക് വീശാൻ പോകണല്ലേ. പരത്തി അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് മറിച്ചിടുക. അന്നേരം ആദ്യം പരത്തിയത് എടുത്തിട്ട് അങ്ങനെ വീശുക. അങ്ങനെ എണ്ണാക്കി കൊടുക്കുക. അങ്ങനെ എടുത്തിട്ട് ചുറ്റുക. നമ്മളെ പൊറാട്ട ഇതാ ചുറ്റി വെച്ചൊക്കെ എടുത്തതാ പരത്താണ് കേട്ടോ. നമുക്കത് ചുടാൻ നിൽക്കാം. അപ്പോൾ നമ്മൾ പൊറോട്ട ചുടാണല്ലേ. അങ്ങനെ ഇതാ നമ്മൾ ആദ്യത്തെ പൊറോട്ട തന്നെ ഇതാട്ടമ്മ ചുടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിക്കണം. അപ്പോൾ നമ്മൾ പൊറോട്ട വേഗം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേഗം മറിച്ച് ഇട്ട് കൊടുക്കണം. അതിലേ കരിഞ്ഞ് പോകുള്ളൂ കേട്ടോ. അതങ്ങനെ നമ്മൾ പൊറോട്ട ഇവിടെ അങ്ങനെ ചുട്ടിടുകയാണ് കേട്ടോ. പിന്നെ അതാ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തേങ്ങരക്കാത്ത ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങരക്കാത്ത ചിക്കൻ കറിയാണെന്ന് പൊറോട്ടക്ക് കൂട്ടാൻ പുതിയിട്ട് ഇന്ന് അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതാ ബാങ്ക് കൊടുക്കാനായിട്ട് ഇതാ ടേബിളുമൊക്കെ എല്ലാം ഇതൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം. പിന്നെ നമുക്കിന്ന് ചക്ക ഉണ്ട് കേട്ടോ. ചക്കാറിന് പിന്നെ നമ്മൾ പറഞ്ഞില്ല അന്ന് അയലൊക്കത്തുനിന്ന് ഒരു ചക്കയുടെ ഒരു മുറി തന്നിട്ട് നമ്മൾ അതുകൊണ്ട് കൂട്ടാനും വെച്ചു. ബാക്കി അതിൻ്റെ നമ്മൾ പഴുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിന്ന് ടേബിളിൽ കൊടുന്ന് വെച്ചിരിക്കണം. അപ്പോൾ പഴുത്ത ചക്ക തിന്നിട്ട് കുറേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും പഴുത്തുക്കണമല്ലോ. അപ്പോൾ അതും കൂടി നമ്മളിങ്ങനെ ടേബിളിൽ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നോമ്പുറക്കൽ കഴിഞ്ഞതാ കുട്ടികൾ പൊറാട്ട തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. കുട്ടികളാണ് എങ്ങനെ ഉണ്ട് പൊറാട്ട? റിച്ചോ എങ്ങനെ ഉണ്ടാ? തിന്നോളി. അങ്ങനെ ഇതാ കുട്ടികൾ പൊറാട്ട തിന്നലോ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ ഞങ്ങളിരുന്നിക്കാണ്. ഞങ്ങളിരുന്ന് ഏതായാലും നമുക്ക് പൊറാട്ട തിന്നല്ലേ പറഞ്ഞിട്ട് ഒരു 9:30-10 മണി കഴിക്കണം കേട്ടോ ഞങ്ങളിരുന്നപ്പോൾ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ പൊറാട്ടയും നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ തിന്നട്ടെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ നോമ്പ് 27 ഇതവിടെ കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്നാണ് 27 നോമ്പൊക്കെ ആയത് അല്ലേ. പിന്നെ നാളെ നോമ്പ് മറ്റന്നാൾ നോമ്പ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നോമ്പ് 27 ഇതവിടെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഇത് ഞങ്ങളൊക്കെ തിന്നട്ടെ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ എൻ്റെ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.